എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പോയ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആള് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ആളാണെങ്കിൽ 60 ലക്ഷം എന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്തുന്നു. എന്തെങ്കിലുമൊക്കെ പറ്റും. മെക്സിക്കോയിൽ വാറ് വരും, അവിടെ വരും, ഇവിടെ വരും, കാശ് മുഴുവൻ പോവല്ലേ. അക്കൗണ്ട് നള്ളിഫൈ ആവും. ഒരു പ്രാവശ്യം ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യമായി 55 എത്തിയപ്പോൾ ഈ അടുത്തൊന്ന് ഗൾഫാർ എന്നുണ്ടായ 2 years ബാക്ക് സംതിങ് ഹാപ്പൻഡ്, അഗൈൻ പോയി. ഇയാള് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന 25-30 ലക്ഷം കടമെടുക്കട്ടോ. എന്നാലാണ് അയാളുടെ കറേജ് സമ്മതിക്കണം. പിന്നെ അയാൾ കടമെടുത്തിട്ട് 3-ാമത്തെ പ്രാവശ്യം, പക്ഷെ അയാൾക്ക് ധൈര്യക്കുറവായി. അവസാനം ഷീ കെയിം ടു മീ ആൻഡ് ആസ്ക്ഡ്, ഇതെന്താ സംഭവിക്കണം, എനിക്ക് എന്താ 60 ലക്ഷം കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അത് മാത്രല്ല എത്ര ഞാൻ ഉണ്ടാക്കിയ അത്ര നല്ല കഴിഞ്ഞു പോവാം. അപ്പൊ നമ്മൾ പതുക്കെ ഞാൻ ചോദിച്ചു, തനിക്ക് എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ ഈ 60 ലക്ഷമായിട്ട്? ഇല്ല, എനിക്കൊരു ഐഡിയ ഇല്ല. ഹിപ്നോസിസിൽ പോയപ്പോ ഈ കഥ ഒന്നും അറിയില്ലല്ലോ, പഴയ കഥകളെല്ലാം പറയും. പുള്ളി പോയി ഇപ്പൊ ഇയാളുടെ അസോസിയേഷൻ ഭയങ്കര അടിപൊളി അസോസിയേഷൻ. 3 കൊല്ലം മുമ്പ് അച്ഛനായിട്ട് തല്ലൂടി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഞാനിനി വീട്ടിൽ കയറില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ 60 ലക്ഷം കൊടുത്തിട്ട് MBA പഠിപ്പിച്ച്, അതെനിക്ക് വേണം. അവൻ പറഞ്ഞു, ഞാൻ തരും. എന്ത് പറ്റി? 60 ലക്ഷം ഉണ്ടാക്കി, പക്ഷെ വാശി അതുകൊണ്ട് കളയും. ഇവിടെയാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്.